കുറഞ്ഞ പണം മുടക്കി ഭാഗ്യത്തിൻ്റെ സ്പർശം കൊണ്ട് മാത്രം വലിയ ധനമുണ്ടാക്കാമെന്ന ആ പ്രലോഭനമാണ് ലോട്ടറി എടുക്കുന്നതിന് പിന്നിലുള്ള മനഃശാസ്ത്രം. ക്ഷേമപ്രവർത്തനത്തിനായി സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കാൻ ഒരു കൈ സഹായം ചെയ്യുകയാണെന്ന ചിന്തയൊന്നും ലോട്ടറി വാങ്ങുമ്പോൾ ഉണ്ടാവില്ല. ചൂതാട്ടത്തിൻ്റെ സാമൂഹിക അംഗീകാരമുള്ള ഒരു കൊച്ചു പതിപ്പാണ് ലോട്ടറി വ്യവസായം. ഒന്നോ രണ്ടോ ടിക്കറ്റ് വല്ലപ്പോഴും എടുക്കുന്നത് ഒരു പ്രശ്നമല്ല. എന്നാൽ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും ലോട്ടറി ടിക്കറ്റിനായി ചെലവഴിക്കുന്നവർ ശ്രദ്ധിക്കുക, ഇതൊരു മാനസിക പ്രശ്നമാണ്. ഇത് തിരിച്ചറിയാനുള്ള ചില സൂചനകളാണ് ഇനി പറയുന്നത്. 1. ചെറിയ സമ്മാനങ്ങൾ കിട്ടിയാലും ഇല്ലെങ്കിലും കൂടുതൽ പണം മുടക്കി ഭാഗ്യത്തെ തേടുവാനുള്ള ആവേശം. 2. ലോട്ടറി ടിക്കറ്റ് വാങ്ങാതിരിക്കുമ്പോഴോ വാങ്ങുന്നതിൻ്റെ എണ്ണം കുറയുമ്പോഴോ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ. 3. ഭാഗ്യക്കുറിക്കായി ഇനി ഇങ്ങനെ കാശി മുടക്കില്ലെന്ന തീരുമാനമെടുത്തിട്ടും അത് നടപ്പിലാക്കുന്നതിൽ ആവർത്തിച്ച് സംഭവിക്കുന്ന പരാജയം. 4. ലോട്ടറിയിൽ നിന്നും ലഭിച്ച ചെറിയ സമ്മാനത്തെക്കുറിച്ചും കിട്ടാൻ പോകുന്ന ബമ്പർ സമ്മാനത്തെക്കുറിച്ചും എപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ. 5. എല്ലാ ചുമതലകളും വിട്ടെറിഞ്ഞു നറുക്കെടുപ്പ് ഫലം വരുന്ന വേളയിൽ തന്നെ അറിയാനായി കാണിക്കുന്ന ആവേശം. 6. ഇത്തവണത്തെ നഷ്ടം അടുത്ത ലോട്ടറി പരീക്ഷണത്തിലൂടെ ഇല്ലാതാക്കുമെന്ന വാശിയും കൂടുതൽ ടിക്കറ്റ് വാങ്ങുമെന്ന പ്രവണതയും. 7. പണം ചെലവാക്കുന്നത് ഭാഗ്യക്കുറി എടുക്കാനെന്ന വാസ്തവം മറ്റുള്ളവരിൽ നിന്നും ഒളിപ്പിക്കാനായുള്ള നുണപറച്ചിൽ. ഭാഗ്യം കടാക്ഷിക്കാത്ത ടിക്കറ്റുകൾ ആരും കാണാതെ നശിപ്പിക്കുന്ന സ്വഭാവം. 8. ലോട്ടറിക്കായി ചെലവാക്കാനുള്ള പണത്തിൻ്റെ സ്രോതസ്സ് കുറയുമ്പോൾ മറ്റുള്ള ആവശ്യങ്ങൾ ചൊല്ലിയുള്ള കടം വാങ്ങൽ ശീലം, മോഷണം. 9. അമിതമായി ലോട്ടറി ശീലം മൂലം കുടുംബത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങളും കുടുംബാംഗങ്ങൾ കുറ്റപ്പെടുത്തുമ്പോഴുള്ള കോപത്തോടെയുള്ള പ്രതികരിക്കുന്ന സ്വഭാവവും. ലോട്ടറിയുടെ അടിമത്തത്തിൽ പെട്ടുപോയവർക്ക് ഇതിൽ 4 ലക്ഷണമെങ്കിലും കാണാം. ഭാഗ്യക്കുറി എടുക്കുന്നവരിൽ ഈ സൂചനകൾ കണ്ടാൽ ഇതൊരു മാനസികാരോഗ്യ പ്രശ്നമായി മാറിയെന്ന് തന്നെ കണക്കാക്കണം. 1-2 ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്ന പ്രകൃതത്തിൽ നിന്നും വഴുതിമാറി ഒരു പെരുമാറ്റ വൈകല്യത്തിലേക്ക് പോയെന്ന് സ്വയം അംഗീകരിക്കുന്ന മനോഭാവം ഉണ്ടാകണം. ഭാഗ്യം തേടിയുള്ള ലോട്ടറി ചൂതാട്ടത്തിന് നിർത്താനുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം. അതിലേക്കുള്ള ഉൾപ്രേരണകൾ ഉണരുമ്പോൾ മനസ്സിനെ മറ്റു കാര്യങ്ങളിലേക്ക് വ്യതിചലിപ്പിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരുടെ സഹായം തേടാം. നിയന്ത്രണം ക്ലേശകരമെങ്കിൽ മാനസികാരോഗ്യ സഹായവും തേടണം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും.